സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തു പറഞ്ഞോണ്ടിരിക്കുക? ഒന്നുമില്ല അങ്ങളെ. ശബ്ദം കേട്ടല്ലോ. ചുമ്മാ ഇവരുടെയൊക്കെ പേരെന്താന്ന് ചോദിക്കായിരുന്നു. എന്നാ ഇത് പിടിക്ക, കഴിച്ചോ. കഴിക്കടി, ദാ കഴിച്ചോ. എനിക്കിത് വേണ്ട, എന്നെ പുറത്തേക്ക് വിട്, എനിക്ക് വീട്ടിൽ പോണം. മോളെ, ഇവിടെ അധികം ഒച്ചയൊന്നും എടുക്കണ്ട, മര്യാദക്ക് കഴിച്ചോ. വെറുതെ വാശി പിടിച്ചാ അത് നിനക്ക് തന്നെ കുഴപ്പം. ഇരിക്കടി. കഴിച്ചോ? കഴിക്ക. അതങ്ങ് കഴിച്ചു, അല്ലെങ്കിൽ പിന്നീട് വിശക്കും. കഴിക്ക്. അയ്യോ, അബി ഇവിടെ കുടുങ്ങിയിരിക്കുകയാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എല്ലാരും നന്നായിട്ട് കഴിച്ചോ. വെള്ളം അവിടെ ഇരിപ്പുണ്ട്. നന്നായിട്ട് കഴിച്ചിട്ടേ പെട്ടെന്ന് ഇവിടുന്ന് ഉറങ്ങാൻ നോക്ക്. മനസ്സിലായോ? വയറ്റിന്ന് ശബ്ദം വരാൻ തുടങ്ങി. വാ കഴിക്കാം. വരുന്നേട്ടാ. മഹി, ഞങ്ങൾ ഇങ്ങനെ വട്ടം കറക്കലടി. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ആ സന്തോഷിനെ കുറിച്ച് നീ എന്താ കണ്ടുപിടിച്ചേ? അവൻ എന്തിനാ നിന്റെ കാലേ വീണത്? പറയടി ചക്കരെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സന്തോഷിനെ പറ്റി ഞാൻ എന്താ കണ്ടുപിടിച്ചെന്നറിയാവോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൻ സിഗരറ്റ് വലിക്കും, മദ്യപിക്കും, പെമ്പിള്ളാരെ സൈറ്റ് അടിക്കും. അതുകൊണ്ടാ ഞാൻ +1 പഠിക്കുമ്പോ അവനുമായിട്ടുള്ള കൂട്ട് വിട്ടത്. ഗിരി ഗിരി ഗിരി, എന്താ ഗിരി തല കൈവച്ചോണ്ടിരിക്കുന്നേ? ഇവളൊന്നും പറയുന്നില്ലേ? പിന്നല്ലാതെ മനുഷ്യൻ ഇടങ്ങാറാക്കുക. നീ പേടിക്കണ്ട, അതിനുവേണ്ടിയാ ഞാൻ ഇത് കൊണ്ടുവന്നത്. എന്താ ഇത്? ഇതോ പഴയ ഓർമ്മകളെ കൊണ്ടുവരാനുള്ള ഒരു സ്റ്റിയറിംഗ് മരുന്നാണിത്. സ്റ്റിയറിംഗ് മരുന്നോ? താൻ എന്താ ഈ പറയുന്നേ? അതേ ഗിരി, സത്യമാണ്. ഇത് നമ്മുടെ വെണ്ടയ്ക്കയും വെള്ളരിക്കയും കൂടി മിക്സ് ചെയ്തെടുത്തൊരു മിശ്രിതമാണ്. ഈ മിശ്രിതം ഇവൾക്ക് ദിവസം ഒരു 3 നേരം കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഒരു സന്യാസി TV പറഞ്ഞായിരുന്നു. അതുകൊണ്ടാ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. മഹി, ഇതാ സ്വീറ്റ് കഴിക്കൂ. ഗിരി, ഇവളെയും കൊണ്ട് ഇങ്ങനെ അധിക നാള് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവള് നമ്മളെ ചട്നിയാക്കാൻ സാധ്യതയുണ്ട്. വേറെ വഴിയില്ല. ഇവളെന്ത് ചെയ്താലും നമ്മളത് സഹിച്ചോണ്ടേ സന്തോഷിനെ കുറിച്ചുള്ള സത്യം എന്താന്ന് അറിഞ്ഞാ മതിയാവൂ. മഹി, മഹി, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇവരുടെ റൂമിൽ നീ എന്തെടുക്കുക? എന്തു അളിയാ ഇത്? അളിയനെന്താ എരുമയുടെ വാലെ പിടിച്ച് വലിച്ചായിരുന്നോ? എരുമ മുഖത്ത് സംഗതി സാധിച്ചല്ലേ? നീ എന്താ കളിയാക്കണോ? എല്ലാം നീ കൊണ്ട് നീ അരപ്പരി ലൂസിന്റെ പണിയാ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടോ, ആരാടോ ലൂസ്? നീയാ ലൂസ്. നിന്റെ ഭാര്യ ലൂസ്, നിന്റെ അമ്മ ലൂസ്, നിന്റെ അച്ഛൻ ലൂസ്. അതെ, ഇന്നലെ ഞാൻ വാങ്ങിച്ച പാന്റ് ലൂസ്, കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ഷൂസ് ലൂസാ. അവളുടെ നോട്ടം കണ്ടില്ലേ? നിർത്തളിയാ. അവളുടെ തലയ്ക്ക് ബോൾ വന്നുകൊണ്ട് കിലുക്കത്തിലെ രേവതിയെ പോലെ ഇപ്പൊ സംസാരിക്കുന്നത്. അളിയന്റെ ക്യാരക്ടറാണോ ആ സിനിമയിൽ ജഗദീശ്വരൻ ചെയ്തത്? ഗിരി, എത്ര ചോദിച്ചിട്ട് സത്യം മാത്രം പറയുന്നില്ല രഘു. പിന്നെ ദേഷ്യം വരാതിരിക്കോ? എന്ത് സത്യം? അത് പിന്നെ അവളുടെ ഒറിജിനലിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ അവളെല്ലാം മറന്നിട്ട് പുതിയ മഹിയായത്. ശരി ശരി, വാ മഹി, പോവാം. നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ? എന്റെ റൂമിൽ കിടത്തി ഉറക്കാൻ വേണ്ടിട്ടാ. ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ, അമ്മ എങ്ങനെ അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല. പ്രായപൂർത്തിയായ ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്റെ മുറിയില്, അത് ഒറ്റയ്ക്ക്. ചേച്ചി എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? രാത്രി മുഴുവൻ ഒരു പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ
ഞാൻ അഴകിയ രാവണനിലെ മമ്മൂട്ടിയെ പോലെയാ. അതുകൊണ്ട് എന്തായാലും ചേച്ചിക്ക് ഇവിടെ എന്റെ കൂടെ വിശ്വസിച്ച് പറഞ്ഞയക്കാം. അങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല, നീ പൊയ്ക്കേ. ചേച്ചി, ഈ മഹിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോ എന്റെ സ്വന്തം ഇവള്. ഏയ്, നീയാണ് കൂട്ടിക്കൊണ്ടുവന്നതെങ്കിലും ഞങ്ങളുടെ കള്ളത്തരങ്ങൾക്ക് ഇവള് കൂട്ടുനിന്നിരുന്നു. സോ ഇവള് ഞങ്ങളുടെ സ്വത്താണ്. അതേടാ, നീ പൊയ്ക്കേ. ഇവളെ നന്നായി കെയർ ചെയ്ത് ഇവളുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് കൂടെ കൂട്ടാവെന്ന് കരുതിയപ്പോ ഭ്രാന്തന്മാരെ പോലെ വട്ടം നിൽക്കുകയാണല്ലോ. ഡാ, നീ എന്താ ആലോചിക്കുന്നേ? അവളെ അയക്കാനൊന്നും പറ്റില്ല, നീ പൊയ്ക്കേ. മഹി, നിനക്ക് എന്റെ റൂമിൽ കിടന്നുറങ്ങാനാണോ ഇഷ്ടം, അതോ ഇവരുടെ റൂമിൽ കിടന്നുറങ്ങാനാണോ ഇഷ്ടം? എനിക്ക് ബാത്റൂമിൽ കിടന്നുറങ്ങുന്നതാ ഇഷ്ടം. എവിടെ? ബാത്റൂമിലോ? അതെ. അപ്പോ ബെഡ്റൂമിൽ നീ എന്ത് ചെയ്യും? ബെഡ്റൂമിൽ കുളിക്കും. പിന്നെ കിട്ടി. ആ അബിയെ ഇന്ദ്രേട്ടൻ എങ്ങനെയെങ്കിലും പൊക്കൊന്ന് വിചാരിച്ച അങ്ങേരുടെ കണ്ണി പെടാതെയും ഇങ്ങോട്ട് വരാതെയും ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടാ, ഈ പിള്ളേരെ ഇവിടുന്ന് കയറ്റിവിട്ടാ നമുക്ക് എത്ര കിട്ടും? കണക്കൊക്കെ പിന്നെ പറയാം. കുട്ടികളെ ട്രക്ക് കയറ്റി മുംബൈയിലേക്ക് പാഴ്സൽ ചെയ്യുന്നത് വരെ വളരെ ശ്രദ്ധിക്കണം. ഒരു പിഴവും പറ്റരുതാ. ചേട്ടാ, നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ആരും കരയണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. എങ്ങനെ രക്ഷപ്പെടുന്നാ പറയുന്നേ? വീണ്ടും അവരുടെ കൈ കുടുങ്ങിയ പിന്നെ അവര് നമ്മളെ ജീവനോടെ വച്ചേക്കില്ല. അതെ, എനിക്കും വല്ലാത്ത പേടിയുണ്ട്. ഇപ്പൊ നമ്മള് പേടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിലാ, എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ഇവര് നമ്മളെ ബോംബെയിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞാ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ലാംഗ്വേജും അറിയില്ല. അവസാനം ജീവിതകാലം മുഴുവൻ രക്ഷപ്പെടാൻ കഴിയാതെ അവിടെ തന്നെ ജീവിക്കേണ്ടി വരും. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ആരും രക്ഷിക്കാനില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയില്ല, നല്ല ഉടുപ്പിടാൻ കഴിയില്ല, നല്ല ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല. പറയുന്നത് സത്യമാണോ? നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുക? ഇവിടെ അവര് 2 പേര് മാത്രമേ ഉള്ളൂ. നമ്മളാണെങ്കിൽ 10 പേരുണ്ട്. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ഇവരെ പറ്റിച്ചിവിടുന്ന് രക്ഷപ്പെടാം. നിങ്ങൾ എന്ത് പറയുന്നു? ശരി, ഇപ്പൊ അവര് കഴിച്ചോണ്ടിരിക്കുക. അവരറിയാതെ നമുക്ക് ഓരോരുത്തർക്കും ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോവാം. വാ. അബി ഇന്ദ്രേട്ടന്റെ കെണി പെട്ടോ ഇല്ലയോ? ഒരു വിവരം അറിയുന്നില്ലല്ലോ. ഈ സന്തോഷം അഭി എവിടെ പോയി കിടക്കുക? ഒരു വിവരവും ഇല്ലല്ലോ. അബി എവിടെയൊക്കെയാ പോയതെന്നറിയില്ല. അബി ഇല്ലാത്തോണ്ട് ഈ വീട്ടിലുള്ളവര് വിഷമത്തില്ല. എടാ മൂന്ത, നീ എന്തുവാ ചെയ്യുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? പഠിച്ചോണ്ടിരിക്കുക. അത് മനസ്സിലായി. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും നിനക്ക് ആ ബുക്കൊന്ന് അടച്ചു വെച്ചുകൂടെ? ആ വായൊന്ന് അടക്കി. ടൈം വേസ്റ്റ് ചെയ്താലേ ലൈഫ് മുഴുവനും വേസ്റ്റ് ആവും. നീ കുറച്ച് ഓവറാ കേട്ടോ. സഹിക്കാൻ പറ്റത്തില്ല, മതിയാക്ക്. ബുക്ക് അടച്ചു വെച്ചിട്ട് മര്യാദക്ക് കഴിക്കാൻ നോക്ക്. ചെറിയച്ചാ, എനിക്ക് ഭക്ഷണമല്ല പ്രധാനം, വിദ്യാഭ്യാസമാണ് പ്രധാനം. അയ്യോ, അന്ന് പറഞ്ഞതല്ലേ ഞാൻ ഭാവിയിലെ മോദിയാവുന്നത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല. അയ്യോ ദൈവമേ, സാധാരണ മനുഷ്യർക്കെല്ലാം ഒരു നാവും, ഇവന് മാത്രം 100 നാവും എന്തിനാ കൊടുത്തേ? സഹിക്കാൻ പറ്റുന്നില്ല. കഴിച്ചതല്ലേ? വെല്ലുവിളിയിൽ ജയിക്കാതെ എനിക്ക് ഭക്ഷണവും വെള്ളമൊന്നും ഇറങ്ങില്ല. ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിച്ചിരിക്കും. നീ അത് ഫിഷ് ടാങ്ക് വാങ്ങുന്ന പോലെ ഈസി ആയിട്ടാണല്ലോ പറയുന്നേ. അതൊക്കെ പാടാളിയാ. കഴിയൂന്ന് വിചാരിച്ചു കഴിഞ്ഞാ ആകാശത്ത് നിൽക്കുന്ന അമ്പിളി അമ്മാവനെ വരെ എടുത്ത് നമുക്ക് ഫുട്ബോൾ കളിക്കാം. അതൊക്കെ കോൺഫിഡന്റ് ആളിയാ. അങ്ങനെ പറയടാ മുകുന്ദ. മുത്തശ്ശൻ എവിടെ പോയെന്ന് ചോദിക്കണ്ട. അമ്മേ, വെറുതെ എന്റെ അച്ഛന്റെ മാനം കളയല്ലേ. എടാ,
മുകുന്ദനെ വല്ലതും പറഞ്ഞില്ലേ നിനക്ക് ഉറക്കം വരില്ലേ? മര്യാദക്കിരുന്ന് കഴിക്കടാ. ഒന്ന് പോമേ. ഈ ശിവയും മീരയും കാണുന്നില്ലല്ലോ. കസ്തൂരി മാഡം, ശിവയും മീരയും എവിടെ? നേരം വൈകിയല്ലോ, അവരെ കഴിക്കാൻ വിളിക്ക്. വിളിച്ചു മാഡം, ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ? ആ കഴിച്ചു അമ്മ. ആരോട് ചോദിച്ചിട്ടാ കഴിച്ചത്? ഇനി മുതൽ നിങ്ങള് ഈ വീട്ടിൽ എല്ലാരും കഴിച്ചതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ. അയ്യോ അമ്മായി, അമ്മായി തന്ന ശിക്ഷയുടെ ലിസ്റ്റിൽ ഇതില്ലായിരുന്നല്ലോ. ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്തതാ. ആഡ് ആകുമെന്ന് പറയാറില്ലേ, അതുപോലെ ആഡ് ആയതാ. സൂപ്പർ മുത്തശ്ശി. എടാ സുമോ, ഭക്ഷണത്തിന് വേണ്ടി അച്ഛനമ്മമാരെ ഒറ്റ കൊടുക്കണോ? നിങ്ങള് തെറ്റ് ചെയ്തില്ലേ, അതിനുള്ള പണിഷ്മെന്റ് ആയത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. മതി മതി. അമ്മേ, എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുത്തല്ലേ. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ എങ്ങനത്തവളാണെന്നുള്ളത് വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും. ഹലോ, എന്താ തുറച്ചു നോക്കുന്നേ? തുറച്ചു നോക്കിയതല്ല അമ്മേ, വെറുതെ നോക്കിയതാ. അച്ഛാ, എത്ര നേരമൊന്നും വെച്ചാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നേ? വേഗം ഇരിക്കാൻ നോക്ക്, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. എനിക്ക് രാവിലെ 4 മണിക്ക് എണീക്കണം. എന്തിന്? മുറ്റത്ത് നീ കോലം വരയ്ക്കാൻ പോവാണോ? അല്ല, പഠിക്കാൻ വേണ്ടിയാ. അയ്യോ, ഈ അമ്പോറ്റ് ചെറുക്കൻ അംബേദ്കറിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അമ്മേ, മീര ഭക്ഷണം കഴിക്കില്ലെന്ന് വാശി പിടിക്കാം. എന്താന്ന് ചോദിച്ചേ? എന്തു പറ്റി മീരേ? പറയൂ മീരേ, എന്താ കാര്യം? ഞാൻ പറയാം മുത്തശ്ശി. അബി ഇതുവരെ വീട്ടിലേക്ക് എത്തിയില്ലല്ലോ. ആ വിഷമത്തിലാണിപ്പോ അമ്മ കഴിക്കാതിരിക്കുന്നത്. മീരേ, നിന്നോട് ഞാനൊരു കാര്യം പറയാം, ശരിക്ക് കേട്ടോണം. സന്തോഷിനോട് നമ്മൾ പുറത്തു പോകാൻ പറഞ്ഞതല്ല. അവനായിട്ടാ ആ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടോ പോയത്. എന്തായാലും തിരിച്ചു വരും. അപ്പ സംസാരിക്കാന്ന് വിചാരിച്ചാ ഞാൻ ക്ഷമയോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതാലോചിച്ച് നീ ഒന്നും കഴിക്കാതെ ആരോഗ്യം നശിപ്പിക്കണ്ട. വാ, വന്നിരുന്ന് കഴിക്ക്. അല്ലമ്മേ, ഞാൻ ഒരു നേർച്ച നടത്താനുള്ള ഒരുക്കത്തിലാ, അതുകൊണ്ടാ. വ്രതമോ? എന്ത് വ്രതം? അതും ഈ സമയത്ത്? ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് മൺവിളക്ക് കത്തിച്ച് കണ്ണടച്ചുകൊണ്ട് മന്ത്രം ജപിച്ച് കത്തിച്ച വിളക്കണയാതെ പുലരുന്നവരെ ഇരുന്ന നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ വീട് വിട്ടുപോയവരും നമ്മൾ അന്വേഷിച്ചു വരുമെന്ന് അമ്പലത്തിലെ പൂജാരി പറഞ്ഞു. അതുകൊണ്ടാ അബി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ നേർച്ച നടത്താൻ പോവാ അമ്മേ. ഇങ്ങനെയുള്ള വെറൈറ്റി നേർച്ചകൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. നീ അഭിക്കായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആ സന്തോഷം എന്ത് കാര്യമാ ചെയ്തിട്ട് പോയത്? എന്താ മീര ഇതൊക്കെ? ആഹാരത്തിന് ശേഷം പോലും ഇതെല്ലാം? ഇല്ല ഏട്ടാ, പച്ചവെള്ളം പോലും കുടിക്കാതെ വ്രതം എടുത്തു കഴിഞ്ഞാ അതുടനെ ഫലിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ദൈവം, നേർച്ച, പരിഹാരം ഇവയെക്കുറിച്ചൊക്കെ സ്ത്രീകളോട് പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല. ഓ, നീ അബിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണോ ഈ വ്രതമൊക്കെ എടുത്തിരിക്കുന്നത്? അപ്പൊ ഞാനെന്തിനാ ഇവിടെ? എല്ലാം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. നീ ഇതെങ്ങോട്ടാ നോക്കുന്നേ? അല്ല ഏട്ടാ, ആരാ അങ്ങോട്ട് ഓടുന്ന പോലെ തോന്നി. നിനക്ക് എപ്പോ നോക്കിയാലും സംശയം. കഴിക്കുമ്പോഴെങ്കിലും കുറച്ച് മനസമാധാനം താടാ.
എന്താന്ന് പോയി നോക്ക്. ശരിയേട്ടാ. എല്ലാവരും പൊക്കോ പൊക്കോ, വേഗം പോ. എന്താടാ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പിള്ളേരൊക്കെ എന്ത് ചെയ്യാന്ന് പോയി നോക്ക്. ശരിയേട്ടാ. ആ കഴിച്ചോ കഴിച്ചോ, നന്നായിട്ട് കഴിച്ചോ. കൊള്ളാം, നല്ല കുട്ടികളാ. എന്തു പറ്റിയടാ? ഒന്നുമില്ല ഏട്ടാ, പിള്ളേരെല്ലാം അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. കേട്ടത് വേറെന്തോ ശബ്ദമാ. മുകുന്ദ, പറയമ്മേ. നീ പോയി കിടന്നോ? ഇല്ലമ്മേ, ഞാനും അമ്മയുടെ കൂടെ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കാം. അതൊന്നും വേണ്ട, നാളെ നിനക്ക് സ്കൂളിൽ പോകണ്ടല്ലേ. കുഴപ്പമില്ലമ്മേ, നമുക്ക് നോക്കാം. ഇതൊരു കാരണമാക്കി നീ സ്കൂളിൽ പോകാതിരിക്കാനുള്ള പരിപാടിയല്ലേ? ചെറിയച്ചാ, അത് പഴയ മുകുന്ദൻ. ഓ, ഇപ്പോ ചെറിയച്ഛന്റെ മുമ്പിൽ നിൽക്കുന്നത് പുതിയ മുകുന്ദനാ. ശിവ, നീ മുകുന്ദനെയും കൂട്ടിക്കൊണ്ടുപോയി കിടന്നുറങ്ങ്. ഞാൻ മീരയുടെ കൂടെ ഇരിക്കാം. അമ്മേ, അത് സാരമല്ല. നിങ്ങളെല്ലാരും പോയി കിടന്നോ. പുലരുന്നവരെ ഉറങ്ങാതിരുന്ന അമ്മയ്ക്ക് വല്ല അസുഖവും വരും. സാരമില്ല മീരേ. അമ്മേ, പറയുന്ന കേക്ക്. ശരി മോളെ. എടുത്തി, ഞാൻ എടുത്തിയുടെ കൂടെ ഇരുന്നോളാം. അതെന്താ ഏട്ടത്തി നന്നായി വ്രതം അനുഷ്ഠിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതിനല്ല രഘു, ഞാൻ ചെയ്ത തെറ്റിന് ഇതുപോലെ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്തോളാം. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. നീ കൂടെ ഇരിക്കുന്നതിനേക്കാളും മീര ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് വ്രതം ഭംഗിയായി പൂർത്തിയാക്കിക്കോട്ടെ. അല്ല ഗിരി, നീ എത്ര വേഗത്തിൽ ബോൾ എറിഞ്ഞാലും ആ ബോൾ ക്യാച്ച് ചെയ്ത് അതിന്റെ ഇരട്ടി വേഗത്തിൽ നിന്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു തരുവാണല്ലോ. നിക്ക്, നമുക്ക് നോക്കാം. ഏട്ടന് നാളെ ഹോസ്പിറ്റലിൽ ജോലിയുള്ളതല്ലേ, പോയി കിടന്നോ. ഞാനെങ്കിലും നിന്റെ കൂടെ ഇരിക്കട്ടെ മീരെ. സാരമില്ല, എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട, പ്ലീസ്. നീ ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്താതെ മാറില്ല അല്ലേ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. അബി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാ ഞാൻ ഈ കഠിന വ്രതം എടുക്കുന്നത്. ഞാൻ സ്വയം മറന്നായിരിക്കും ഇരിക്കുന്നത്. ഏട്ടൻ എന്തിനാ വെറുതെ ഉറങ്ങാതിരിക്കുന്നത്? ഏതെങ്കിലും അമ്പലത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോ നമ്മുടെ വീട്ടിലല്ലേ, അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ശരി മുകുന്ദ, അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാ. ഓക്കെ, ഗുഡ് നൈറ്റ് അമ്മേ. ഗുഡ് നൈറ്റ് മോനെ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ വേണ്ടി പറ്റിയ എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിലേ അതൊന്ന് അറിഞ്ഞു വെച്ചേക്ക്. എക്സാം ടൈമിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. ശരി മോനെ. പിന്നെ ഇവൻ ഈ ഒറ്റ രാത്രി കൊണ്ട് ഒബാമയാവാൻ പോവല്ലേ? പോയി കിടന്ന് ഉറങ്ങടാ. വാ പോയ കോടാലി, വാ ഏട്ടാ, നടക്കടാ, പോ. ശരി മീരെ. നിങ്ങളും പോയി കിടന്നോ. എടുത്തി ഒറ്റയ്ക്കിരിക്കോ? ഒരു പ്രശ്നമില്ല ഗിരിജെ, നിങ്ങൾ പോയി കിടന്നോ. ഒരു കുഴപ്പമില്ലെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ മീര്? അതുണ്ടാക്കാനല്ല ഞാൻ ഇവിടെ ഉള്ളത്. ഇവളെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും കരയണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇതാ പറ്റിയ അവസരം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നുണ്ട്.
അല്പം മാറിയിരുന്നെങ്കിൽ നമ്മൾ അയാളുടെ മുന്നിൽ കുടുങ്ങിയേനെ. അതെ, എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ശരിക്കും കുടുങ്ങിപ്പോയി. കരയല്ലേ? നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാ ബാക്കിയുള്ളവർ അതുകൊണ്ട് കരയാൻ തുടങ്ങും. അനിയ, 2-3 ദിവസമായിട്ട് നീ ഉറക്കമില്ലാതിരിക്കുകയല്ലേ? നീ വെക്കോ, ഞാൻ നോക്കിക്കോളാം. ശരിയേട്ടാ. പറയുന്നത് കേക്ക്. കരയല്ലേ പ്ലീസ്. ശരത്തെ, ഈ പിള്ളേരെ എപ്പോ നോക്കിയാലും കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട പോലെ കരഞ്ഞുകൊണ്ടിരിക്കുക. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവർക്ക് പേടിയുള്ളിടത്തോളം കാലം നമുക്കൊരു പ്രശ്നവുമില്ല. കരയാതിരിക്കുകയാണെങ്കിൽ എന്തോ ആലോചിക്കുകയാണെന്ന് അതിനർത്ഥം. മനസ്സമാധാനത്തോടെ കഴിക്കാൻ പോലും പറ്റിയില്ല. വെറുതെ ഇരുന്നൂടെ? മുൻമുട്ടയിടുന്ന താറാവാണെന്ന് കരുതിയിട്ടാ. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് വാവത്ത്. ആ, ഇങ്ങനെ മിണ്ടാതിരുന്നോളണം, അല്ലെങ്കിൽ അറിയാലോ. ഞാൻ പറയുന്നത് കേക്ക്. നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്ന ഒന്നും നടക്കില്ല. അവര് നമ്മളെ നേരെ ബോംബെയിലേക്ക് പറഞ്ഞയക്കും. കുറച്ചു നേരം നമ്മുടെ പേടിയൊക്കെ മാറ്റിവെച്ച് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ആലോചിക്കാം. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ പറ്റും. പക്ഷേ അതിന് നമ്മൾ എല്ലാവരും ചേർന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പിടിക്കപ്പെട്ടാ അവര് നമ്മളെ കൊന്നു കളയൂലേ? ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല. പിടിക്കപ്പെട്ടാലും എല്ലാവരും ചേർന്ന് അവരെ ഒന്ന് കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവരെ പറ്റിക്കാം. നമ്മളെങ്ങനെയാ അവരെ കൈകാര്യം ചെയ്യുന്നേ? നമ്മൾ കൊച്ചുകുട്ടികളല്ലേ. അതെ അബി, അവരെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. കയ്യില് കത്തിയൊക്കെ ഉണ്ട്. അവര് നമ്മളെ എന്തേലും ചെയ്താലോ? അഥവാ അവരുടെ കയ്യിൽ കത്തിയുണ്ടെങ്കിലും അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും ജീവനോടെ ഉണ്ടെങ്കിലേ അവർക്ക് കാശ് കിട്ടും. ദൈവമേ, ഈ വ്രതം ഞാൻ എന്തിനാ അനുഷ്ഠിക്കാൻ പോകുന്നെന്ന് നിനക്കറിയാം. എന്റെ അഭി എവിടെയാണെങ്കിലും അവൾ എന്റെ അടുത്ത് വന്ന് എത്തിച്ചേരണം. എന്താന്നറിയില്ല, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവൾ ഒരു അബദ്ധം കൂടാതെ ഇവിടെ തിരിച്ചെത്തണം. എടോ, എന്താ ഗിരി പറയേ? അടുത്തോട്ട് വാ. ഒന്ന് പോകിരി, അതൊക്കെ നമുക്ക് റൂമിനകത്ത് പോയിട്ട് മതി. എന്റെ കാലിലുള്ള സാധനേ കയ്യില് വരും, സൂക്ഷിച്ചോ. സോറി ഗിരി, നീ പറ. ഞാൻ പറയുന്ന പോലെ ചെയ്യ്. ഉള്ളിലുള്ള ആ ടേബിൾ ഫാനിങ് എടുത്തോണ്ട് വാ. അത് വെച്ച് ഞാൻ ഇവളുടെ വ്രതം അങ്ങ് നശിപ്പിക്കാൻ വലിയൊരു പ്ലാൻ ചെയ്തിരിക്കുക. അവൾ എങ്ങനെയൊന്നും നടത്തുന്നെന്ന് കാണണമല്ലോ. ഒരു മിനിറ്റ് ഗിരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം.
ഓർത്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമ്മളിപ്പോ അവർ പറയുന്നതൊക്കെ കേട്ട് ബോംബെയിലേക്ക് പോകുന്നതിലും നല്ലത് ഇവിടെ വെച്ച് അവരെ എതിർത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്. നമ്മൾ മുംബൈയിലേക്ക് പോയി അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥരെ പോലെ പിച്ച എടുക്കണോ? അല്ലെങ്കിൽ ഇവിടെ നിന്നോണ്ട് ഇവരെ എതിർത്ത് രക്ഷപ്പെട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നതാണ് നല്ലത്. അഥവാ നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മളില്ലാതെ നമ്മുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ വിഷമിക്കും. നമ്മളും അവരില്ലാതെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും. ഒന്ന് ശ്രമിച്ചു പോലും നോക്കാതെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതിൽ നല്ലത് ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചുവിടെ. അഥവാ നമ്മൾ പിടിക്കപ്പെട്ട ഞാനാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞോളാം. അവര് നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? കൊണ്ടുവന്നു. ഇതേ കറക്റ്റ് ആ വിളക്ക് അണയുന്നത് പോലെ വെക്ക്. മീരെ, നിന്റെ ഈ പ്രാർത്ഥനയൊക്കെ വെറുതെ ആവാൻ പോവാ മോളെ. നീ വേറെ ലെവലാ ഗിരി. ആ വിളക്കണയ്ക്കാൻ നീ ഫാൻ ഉപയോഗിച്ച ബുദ്ധി കൊള്ളാം. അപ്പൊ തന്നെ ഞാൻ നിന്റെ വലിയ ഫാനായി. ശരി, പ്രശംസിച്ചത് മതി. ആദ്യം വിളക്കണയ്ക്കുന്ന ജോലി ശരിയായിട്ട് ചെയ്യ്. എടോ, സ്പീഡ് കൂട്ട്, നേരെ വെക്ക്. അയ്യോ, അത് അണയുന്നില്ലല്ലോ ഗിരി. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗിരി? അതെ അബി, നീ പറയുന്നത് ശരി. നമ്മള് പേടിച്ചിട്ട് മുംബൈയിൽ പോയി പിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇവരെ എതിർത്ത് നിന്ന് മരിക്കുന്നതാ. ഞാനും നിന്റെ കൂടെ നിക്കാം. ഞാൻ എന്താ ചെയ്യണ്ട അബി? ഞാനും നിന്റെ കൂടെ നിക്കാം അബി. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ നിക്കാം അബി. എനിക്കിപ്പോഴും നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. അതെ അതെ, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ എന്താ അബി ചെയ്യാൻ പോകുന്നേ? ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എടോ, എന്റെ കാലി കിടക്കുന്നത് കയ്യിലെടുക്കണോ? എന്താ ഗിരി, ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്തിനിപ്പ എന്റെ സാരി പിടിച്ച് വലിക്കുന്നേ? ഞാൻ എപ്പോഴാ വലിച്ചത്? Fan of you!
പോടോ അങ്ങോട്ട്. അതെ, അവരവിടെ സംസാരിച്ചോണ്ടിരിക്ക. നമ്മളിപ്പോ പോയേ പറ്റൂ. വേഗം വാ. ഉണ്ടാക്കാതെ വാ. വാ, പെട്ടെന്ന് വാ. നിങ്ങള് രണ്ടുപേരും ആദ്യം പോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. പൊക്കോ. എടാ, 2 പിള്ളേർ ഓടുവാണ് തോന്നുന്നു. എന്താ ഈ പറയുന്നേ? നീ എന്താ ഈ ചെയ്യണേ? അവര് പിടിക്കപ്പെടില്ലേ? അല്ല, നീ എന്തിനാ കല്ലെറിഞ്ഞ് അവരെ കുടുക്കാൻ നോക്കിയത്? ആദ്യം നമ്മൾ അവരെ ആകെ കുഴപ്പത്തിലാക്കണം. രണ്ടുപേരും 2 ഭാഗത്തോട്ട് പിരിയണം, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. ഗിരി, നമ്മളെന്തോ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗിരി. എന്താ അങ്ങനെ പറയുന്നത്? അല്ല, അന്ന് അമ്പലത്തിലേക്കുള്ള ആഭരണങ്ങളാണ് നമ്മൾ മോഷ്ടിച്ചത്. പക്ഷെ ഇന്നോ മീരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ മുടക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നതുകൊണ്ടാ അന്ന് ആഭരണ വിഷയത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയത്. ദാ ഇപ്പോ വ്രതം തടസ്സപ്പെടുത്തുന്നതിനിടയിൽ നിന്റെ സാരിയും കീറി. എടോ, ഇനി എനിക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും ആ വ്രതം മര്യാദയ്ക്ക് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഹബി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ ഏത് എക്സ്ട്രീം വരെ പോവാനും തയ്യാറാ. ഗിരി, ഒരു തവണയെങ്കിലും നീ നന്നായിട്ടൊന്ന് ആലോചിക്കണം. ദൈവത്തിന്റെ കയ്യിൽ നിന്നൊരു പണി കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും എഴുന്നേക്കാനേ പറ്റില്ല. എടോ, താൻ എന്തിനിങ്ങനെ പേടിക്കുന്നേ? ഒന്നെങ്കിൽ എന്റെ കൂടെ ധൈര്യമായിട്ട് നിക്ക്, അല്ലെങ്കിലേ മാറി നിക്കാൻ നോക്ക്. ഉറച്ചു നിൽക്കാനും പറ്റില്ല, അങ്ങോട്ട് മാറി നിൽക്കാനും പറ്റില്ല. എന്നാലേ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. ഗിരി, ധൈര്യം ഞാൻ എങ്ങനെയെങ്കിലും സംഭരിച്ചോളാം. നിൽക്ക്, ഞാനും വരാം. ഞാൻ ആ 2 പേരെ നോക്കിക്കോളാം. ചേട്ടൻ പോയി ബാക്കിയുള്ളവരെ നോക്ക്. നിങ്ങള് രണ്ടുപേരും ആ ഭാഗത്തോട്ട് ഓടിക്കും. ഓടരുത്, നിക്ക. കൈ കെട്ടിക്കഴിഞ്ഞ കൊന്നുകളയും. വേഗം വാ, ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് പോവാം. വാ വാ, വേഗം വാ.
വാ. എടോ, ഇങ്ങോട്ട് ഫാൻ ഇട്. എടോ, ഇത്തവണെങ്കിലെ ഫാൻ ഒന്ന് മര്യാദയ്ക്ക് പിടിക്കുക. നീ നോക്കിക്കോ ഗിരി, ലോകത്തിൽ ആരും ഇതുവരെ പിടിക്കാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് ഞാനിപ്പോ പിടിച്ചു കാണിക്കാം. ദൈവമേ, ഞാനല്ല, ഇവിള. അമ്മേ, രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നു. മറ്റവളവിടെ എവിടെയാടി? അറിയില്ല, വിട്ടേക്ക്. പറയുന്ന കേക്ക്. അറിയില്ല, വിട്ടേക്ക്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നെ വീട്. അർച്ചനെ, അവിടെ നിന്ന് എണീറ്റ് ഓടിക്കോ. വേഗം ഓടിക്കോ. രക്ഷപ്പെടാൻ നോക്കുന്നോ? വാ, നടത്ത്, ഇങ്ങോട്ട് നടക്കാൻ. ഗിരി, ഇപ്പോഴും കാര്യങ്ങളൊന്നും വൈകിട്ടില്ല. ഈ വിളക്ക് കെടുത്തുന്ന പ്ലാനെ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? കാരണം ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കൊടിയൊക്കെ വന്ന് വിളക്ക് കെടുത്തുന്നത് തടയുന്നുണ്ട്. താൻ ഇത്ര ആണെന്ന് പറഞ്ഞ് നടക്കുന്നേ, എന്തിനെങ്ങനെ പേടിച്ചു വരയ്ക്കുന്നേ? ഈ പ്രാർത്ഥന നടക്കാൻ പാടില്ല. ആ വിളക്ക് അണയണം. ഹാബി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ ചെയ്യണ്ടേ നോക്കിയോ. പോയിട്ടെ ആ ബീറോന്റെ അടുത്തൊരു കമ്പിയുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വാ. ഗിരി, കമ്പി എന്തിനാ എന്നെ അടിക്കാനാണോ? പോയി എടുത്തോണ്ട് വാടോ. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. നിങ്ങൾ പൊക്കോ, ഞാൻ വരാം. വാടി, വരാനല്ലേ പറഞ്ഞത്? എടി, നിക്കടി, നിക്കാൻ, ഓടാതെ നിക്കാൻ, നിക്കടി. അർച്ചനെ, നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടോ? എടി, നിന്നെ എന്റെ കൈ കെട്ടിക്കഴിഞ്ഞാ കൊന്നുകളയും ഞാൻ. കുടുങ്ങിയില്ലേ നീ? ഈ പെണ്ണ് കാരണം ബാക്കിയുള്ളവരൊക്കെ ഓടി ഒളിച്ചു. പോയോ?
ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. പോയി നോക്ക്. ആ ഇവിടെ പിടിച്ചോ. ഇതാ ഗിരി. ശരി, താൻ പോയിട്ട് ഒരു തുണി നനച്ചോണ്ട് വാ. ഇതിവിടെ കെട്ട്. ഗിരി, എന്താ ഗിരി ഇത്? ഇതിപ്പോ പന്തം കത്തിച്ചു വയ്ക്കുന്ന സ്റ്റൈലായല്ലോ. നീ ഇപ്പൊ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഈ നനഞ്ഞ തുണി വെച്ച് ആ വിളക്ക് ഞാൻ അണയ്ക്കാൻ പോവാ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ഇവിടെ മൊത്തം നോക്കി, എല്ലാ എലിക്കുഞ്ഞുങ്ങളെ പോലെ മാളത്തിൽ ഒളിച്ചു കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? എലിക്കുഞ്ഞുങ്ങളല്ലേ, ഇവിടെ പുകച്ചു കഴിഞ്ഞാ എല്ലാം താനെ പുറത്തു വന്നോളും. മനസ്സിലായില്ല. മനസ്സിലാവും, കണ്ടോ. പിള്ളേരെ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നിങ്ങൾ തന്നെ പുറത്തു വന്നാ കൊള്ളാം, അല്ലെങ്കിൽ കൊന്നുകളയും. നിങ്ങളായിട്ട് പുറത്തു വന്നാ എല്ലാത്തിനെയും ജീവനോടെ വിടും. ഞാനായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാ തീർത്തു കളയും. ആരും പുറത്തോട്ട് വരല്ലേ. ഒളിച്ചിരിക്കുന്ന എലിക്കുഞ്ഞുങ്ങളെ ഞാൻ 10 വരെ എണ്ണും. 10 വരെ എണ്ണിത്തീരുന്നതിന് മുൻപ് നിങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ ഈ കൂട്ടുകാരിയുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കോ, അതോ ഇവള് ചാവണമെങ്കിൽ ചാവട്ടെ എന്ന് കരുതി ഇവളെ ഇവിടെ വിട്ടിട്ട് പോവോ? എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ. എടി, ഇവള് ചത്ത അതിന് കാരണം ഒരിക്കലും ഞാനായിരിക്കില്ല, നിങ്ങൾ തന്നെയാ. നിങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഇവളിപ്പോ ചാവാൻ പോവുക.